സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെയും മഠത്തിന്റെയും കാരുണ്യ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തിയുള്ള പ്രസ്താവനകൾ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ. ഗൂഢാലോചനയുടെ ലക്ഷ്യം മന്ത്രിയല്ല, മഠമാണ്. ഇത്തരം ചിത്രീകരണങ്ങൾ വളരെ മോശമാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പ്രത്യേക ലക്ഷ്യം വെച്ചുള്ള ചില മാധ്യമ സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾക്ക് കാലം മറുപടി നൽകുമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. അമ്മയുടെ സ്നേഹം, അമ്മയുടെ കരുതൽ, അമ്മയുടെ തണൽ ഇതെല്ലാം തന്നെ ആ മഠത്തിലെത്തി അമ്മയുടെ അരികിലെത്തുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും ബോധ്യമാവും എന്നുള്ളതാണ്. പ്രധാനമന്ത്രി പോലും ആലിംഗനം ചെയ്തിട്ടുള്ള ആളല്ലേ അമ്മ. ഈ അമ്മയെപ്പോലെ ആരാ ഉള്ളത്? ഇത് നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ തന്നെ അഭിമാനമാണ്. അതുകൊണ്ടാണ് ലോകം വള്ളിക്കാവിലേക്ക് വരുന്നത്. പിന്നെ ഒരു മനുഷ്യൻ ഒരമ്മയെ സ്നേഹിക്കുന്നത്, അതിനെ അഭിമാനമായിട്ട് കാണാനാണ് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഇഷ്ടം. ആശ്രമത്തിലേക്ക് ആളുകൾ അമ്മയുടെ അരികിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അമ്മയ്ക്ക് കുട്ടികളാണ്. അങ്ങനെ കരുതുന്ന ഒരാശ്രമത്തിലെ മഠത്തിലെ ലോകം മുഴുവൻ അഭിമാനപൂർവ്വം എത്രയോ വലിയ വലിയ വേദികളിൽ അമ്മയെ സ്വീകരിച്ച് ആനയിച്ചിരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അമ്മയുടെ അരികിൽ ഒരു കുഞ്ഞിനെ പോലെ ആ മാതൃത്വത്തിൻ്റെ മുന്നിൽ നിന്ന ഒരു മന്ത്രി, അതാരോ ആകട്ടെ, കമ്മ്യൂണിസ്റ്റ് ആകട്ടെ, ലീഗ് ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, ഇങ്ങനെ വിമർശിക്കുക എന്ന് പറയുന്നത് അവർ തീർച്ചയായിട്ടും ലക്ഷ്യം വെക്കുന്നത് മഠത്തെയാണ്. പക്ഷേ മഠത്തെ ലക്ഷ്യം വെച്ചവരെല്ലാം തകർന്നു വീണിട്ടേയുള്ളൂ. അമ്മയെ ആക്ഷേപിച്ചവരെല്ലാം കേരളത്തിൽ നാണം കെട്ടിട്ടേയുള്ളൂ. അമ്മയെ മനസ്സിനകത്ത് അമ്മയെ ചോദ്യം ചെയ്തവർക്ക് പോലും അവിടെ നിന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. നീണ്ട ഒരു പതിറ്റാണ്ടിലധികം അമ്മയുടെ പ്രവർത്തനങ്ങളെ നേരിട്ട് നോക്കിക്കണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. ഇതിന് തീർച്ചയായിട്ടും ഒരു ഉത്തരമുണ്ടാകും. അത് പ്രകൃതിയുടെ ഉത്തരമായിരിക്കും. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ എന്നാണ്. അതായത് അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടെ വെളിച്ചത്തെ സന്നിവേശിപ്പിച്ചുകൊണ്ട് അമ്മ ഇരിക്കുകയാണ്. ആ അമ്മ കോളേജിൽ വരുന്ന കുട്ടികൾക്ക് ആരാണ്? ഗുരുവാണ്. പുതിയൊരു കണ്ടുപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ സയൻറ്റിസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അമ്മ ചർച്ച ചെയ്യുകയാണ്. അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ മഠത്തിനെതിരെ എന്ത് കൊടുങ്കാറ്റുണ്ടായിട്ടും കാര്യമില്ല. ഇതിലും വലിയ കൊടുങ്കാറ്റുണ്ടായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല.